അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മളുടെ അമർമോന് രാവിലെ തന്നെ എഴുന്നേറ്റ് കടയിൽ പോയിട്ട് വന്നേണ്. പാല് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഗൈസ് നമ്മളൊരു ലോങ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഷോർട്സാണ് ഇടാറ്. അപ്പോൾ ഞങ്ങളെടുത്തേക്കുന്ന വീഡിയോയിൽ വല്ല തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരെ ഞങ്ങളോട് ക്ഷമിക്കണേ, സപ്പോർട്ട് ചെയ്യണം നമ്മളെ. പിന്നെ രാവിലത്തെ പണിയിലൊക്കെ ആയിരിക്കും എല്ലാവരും എന്നറിയാം. അപ്പോൾ ഞാനും കുറച്ച് തിരക്കിലൊക്കെയാണ്. അതിനിടയിൽ നമുക്കൊരു കുഞ്ഞു വീഡിയോ അതന്നെ നമുക്കൊരു കുഞ്ഞു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഇപ്പം നമ്മൾ പാല് കാച്ചാൻ പോണേണ് ഗൈസ്. അമർമോൻ്റെ അടുത്ത് നമ്മൾ പാലും വേറൊരു കൂട്ടം കൂടി മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് അവൻ പാല് മാത്രമാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അവൻ റിട്ടേൺ കടയിലേക്ക് രണ്ടാമത് പോയേക്കണേണ്. അപ്പോൾ നമുക്ക് അവൻ വരുമ്പോഴത്തേക്കും നമുക്ക് ചായക്ക് വയ്ക്കാം. നമ്മളുടെ അമർമോൻ വന്നിട്ടുണ്ട്. നമുക്ക് പാല് അടുപ്പത്തേക്ക് വയ്ക്കാം ഗൈസ്. പാല് തിളക്കട്ടെ. പിന്നെ രാവിലെ എന്തൊക്കെയാണ് നിങ്ങളുടെ വീട്ടിൽ രാവിലത്തെ നാസ്ത? നമുക്കിന്ന് കറി ഇറച്ചിക്കറിയാണ് കേട്ടോ. നമ്മളുടെ ബലി പെരുന്നാളായിരുന്നല്ലോ. നമുക്ക് ഇന്നലെ പള്ളിയിൽ നിന്ന് നമുക്കിന്നലെ ഇറച്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലെ രാത്രിയാണ് ഞാൻ കറി വെച്ചത്. അപ്പോൾ ഇറച്ചിക്കറി ഉണ്ട്. നമ്മളിന്ന് രാവിലത്തെ നാസ്ത നമുക്ക് ഇടിയപ്പമാണ്. അപ്പോൾ ഇടിയപ്പം ഇറച്ചിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അമർമോനെ കടയിൽ പോയി വന്നിട്ട് പല്ലി തേക്കണേണ് ഗൈസ്. നമ്മളുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചായ എടുത്തിട്ട് നമുക്ക് അവർക്ക് കൊടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് അമർമോന് പാത്തുവിന് നമുക്ക് പാല് കൊടുക്കാം. അവർ ബൂസ്റ്റ് ഹോർലിക്സ് ഇട്ടിട്ടാണ് കേട്ടോ അവർക്ക് കൊടുക്കുന്നത്. നമുക്ക് അവർക്ക് രണ്ടുപേർക്കും പാല് കൊടുക്കാം. പാല് കൊടുത്തിട്ട് കാണാം കേട്ടോ. അപ്പം നമ്മുടെ പാത്തുമ്മ കുറച്ച് കലിപ്പിലാണ് ഗൈസ്. അവൾ എടുത്ത ടിഫിൻ ബോക്സ് ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ അവൾ അതിന് കലിപ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് അവൾ ഒറ്റക്ക് യൂണിഫോം ഇടണേണ്. ആരുടെ സഹായം അവൾക്ക് വേണ്ടാന്ന്. അവൾ ഒറ്റക്ക് യൂണിഫോം ഇടാൻ പോണേണ്. നമുക്ക് നോക്കാലോ. ചിരിക്കണ്ട. പാത്തുമ്മ ആ ടാസ്കിൽ തോറ്റിരിക്കുകയാണ്. പാത്തു എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാത്തുവിനൊന്ന് ഒരുക്കിയിട്ട് കാണാം. ഓരോ രാവും പുലരുമ്പോൾ കരളിലെ മോഹം പൂവണിയാൻ ജന്മസുഖതമായി ഇനി എന്ന് കാണും നമ്മൾ. ടൈം 8 ഗൈസ്. 8:45 പാത്തുമോൾക്കും അമർമോനും വണ്ടി വരും. നമുക്കിനി 3/4 മണിക്കൂർ കൂടി ടൈമുണ്ട്. അതിനുള്ളിൽ നമുക്ക് അവരെ റെഡിയാക്കിയിട്ട് സ്കൂളിൽ വിടണം. അങ്ങനെ നമ്മൾ പാത്തൂട്ടിയുടെ ഒരുക്കൊക്കെ കഴിഞ്ഞിരിക്കുന്നതാണ്. ഇനി നമുക്ക് ആ പൗഡർ ഒന്ന് തുടക്കണം. പൗഡറേ അവൾ കൺമഷി പെട്ടെന്ന് പടർത്തു. ഞാൻ കുറച്ച് നേരം ആ പൗഡറൊന്ന് അവളെ നെറ്റിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും. ഒന്ന് ചായ കുടി. ആ മറുമോനെ റെഡി ആവണ കേട്ടോ ഗൈസ്. അവൻ പറയണം അവൻ വലിയ കുട്ടിയായി, അവൻ ഒറ്റക്കാണ് റെഡി ആവേണ്ടതെന്ന്. അപ്പോൾ അവൻ റെഡി ആവണേണ്. ബെൽറ്റ് എന്തിയേ? അപ്പോൾ ഇനി നമുക്ക് അവർ രണ്ടുപേരും സ്കൂളിലേക്ക് പോണത് കാണാം. അപ്പോൾ 8:10 ആയിട്ടുണ്ട്. അപ്പോൾ 8:45 വണ്ടി വരുന്നത്. അപ്പോൾ കുറച്ചൊന്ന് ഇന്നലത്തെ ഡിറ്റേഷനൊക്കെ ഒന്നും കൂടി റീവൈൻഡ് ചെയ്യാനുണ്ട്. പാത്തുമ്മാനെ കൊണ്ട് നമുക്കതൊന്നും കൂടി ഒന്ന് റീവൈൻഡ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഹായ് ഗായ്സ്, നമുക്ക് ഇനി പാത്തുമോനും അമർമോളും പോകുന്നത് നമുക്ക് കാണാം കേട്ടോ സ്കൂളിലേക്ക്.
അപ്പോൾ അമർമോനും പാത്തൂനും സ്കൂളിൽ പോകാൻ ടൈമായിട്ടുണ്ട്. അവർ സ്കൂളിലേക്ക് പോകാൻ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി നാളെ കാണാം. ബൈ ബൈ. എല്ലാവരും ഞങ്ങളുടെ ചാനൽ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ ആദ്യമായിട്ട് എടുത്ത ഒരു ലോങ് വീഡിയോ ആണ്. വല്ല തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം. അപ്പോൾ എന്ത് തെറ്റാണെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളോട് പറയണം. അത് ഞങ്ങൾ മാക്സിമം നമ്മൾ തിരുത്തി മുന്നേറാൻ ഞങ്ങൾ ശ്രമിക്കും. അപ്പോൾ എല്ലാവർക്കും ബായ്.